ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ജാവ റെസ്റ്റ് API എന്നുള്ളതാണ്. നിങ്ങളൊരു അഡ്വാൻസ് പ്രോഗ്രാമർ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് വളരെ ബേസിക് ആയിട്ട് നമ്മൾ എന്താണ് റെസ്റ്റ് API എന്നുള്ളത് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൂടുതൽ എഡ്യൂക്കേഷണൽ വീഡിയോസ് ചാനലിൽ ഇടുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജാവ റെസ്റ്റ് API. അപ്പോൾ നമുക്ക് API എന്താണെന്ന് നോക്കാം. API എന്ന് പറയുന്നത് ഒന്നുമല്ല, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്നാണ്. അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് API. ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സെർവേഴ്സ് തമ്മിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് API എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഓൺലി കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, നമ്മൾക്ക് ഒരുപാട് സർവീസുകളും ഫങ്ഷണാലിറ്റീസും ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് APIയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് റെപ്രസെൻറ്റേഷണൽ സ്ട്രെയിറ്റ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പേഴ്സിന് APIs എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ APIs വളരെ ലൈറ്റ് വെയ്റ്റും സ്റ്റേറ്റ്ലെസ്സും ആയിരിക്കും. റെസ്റ്റ് യൂസ് ചെയ്യുന്നത് HTTP മെത്തേഡ്സ് ആണ്, അതായത് ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്. നമ്മുടെ വരും സ്ലൈഡുകളിൽ ഇതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. റെസ്റ്റ് API ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ HTTPയിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് യൂസിങ് ജാവ. അതുപോലെ തന്നെ ഇതിൽ കുറേ ബിൽഡിംഗ് ഫ്രെയിംവർക്ക്സ് ഉണ്ട്. എന്താണ് ബിൽഡിംഗ് ഫ്രെയിംവർക്ക്സ് എന്ന് വെച്ചാൽ സ്പ്രിംഗ് ബോട്ട് എന്നുള്ള ഇതുപോലെയുള്ള ഫ്രെയിംവർക്ക്സ് ആണ്. അതായത് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരുപാട് കോഡിങ്ങിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ജാവ കോഡിങ് ചെയ്യുകയാണെങ്കിലും ഒരു 10 ലൈൻ 20 ലൈൻ ചെയ്യുന്ന കോഡുകളെല്ലാം ഇതിൽ പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഉണ്ടാവും സ്പ്രിംഗ് ബോട്ടിൽ. സോ നമുക്ക് അവരുടെ പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ കോഡിനെ എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളായിട്ട് നമ്മൾക്ക് കോഡിങ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ API സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം മോഡൽ ഉണ്ടാവും. ഇതിലാണ് നമ്മൾ ഡാറ്റ റെപ്രസെൻറ്റേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിന് എൻറ്റിറ്റി എന്നും പറയാറുണ്ട്. അതിനുശേഷം നമ്മൾ കൺട്രോളർ ഉണ്ടാവും. ഇതാണ് നമ്മുടെ HTTP ആയിട്ടുള്ള റിക്വസ്റ്റും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. അടുത്തതായി നമ്മുടെ അടുത്തുള്ളത് സർവീസ് എന്ന് പറയുന്ന ഫോൾഡേഴ്സാണ്. അതായത് സർവീസിലായിരിക്കും നമ്മൾ ബിസിനസ് ലോജിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, ആഡ്, അഡീഷൻ, ഡിലീഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ എല്ലാ ലോജിക്കുകളും, പേഴ്സൻറ്റേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ കാൽക്കുലേഷൻസും ഫങ്ഷണാലിറ്റീസും എല്ലാ ലോജിക്കുകളും നമ്മൾ യൂസ് ചെയ്യുന്നത് സർവീസ് ഫയലിലാണ്. അതിനുശേഷം വരുന്നതാണ് റെപ്പോസിറ്ററി ഫയൽസ്. റെപ്പോസിറ്ററി ഫയൽസിൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വറികളിലെയാണ് നമ്മൾ റെപ്പോ ഫയലിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. സോ ഇതാണ് ഫോൾഡർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ജാവയുടെ സിമ്പിളായിട്ടുള്ളൊരു കോഡ് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു അനോട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ബോട്ട് അനോട്ടേഷനാണ് റെസ്റ്റ് കൺട്രോളർ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കൺട്രോളർ ഫയൽ ക്ലാസ് എന്ന് പറയുന്നത്. സോ അടുത്തായി നമ്മൾ കൊടുത്തിരിക്കുന്നത് റിക്വസ്റ്റ് മാപ്പിംഗ് ആണ്. റിക്വസ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു API റിക്വസ്റ്റിന് കൊടുക്കുന്ന ഒരു അനോട്ടേഷനാണ്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന /API എന്ന് പറയുന്നതാണ് ആ APIയുടെ എൻഡ് പോയിൻറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിവിടെ ഒരു ക്ലാസ് ഉണ്ട്, ഹലോ കൺട്രോളർ എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. ഇതിൽ ഗെറ്റ് മാപ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹലോ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിന് ഒരു സേ ഹലോ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഹലോ വേൾഡ് എന്ന് റിട്ടേൺ ആണ്. ഇപ്പോൾ നമ്മൾ APIനെ കോൾ ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ /HTTP മെത്തേഡുകൾ /ഹലോ എന്ന് കോൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് സേ ഹലോ എന്ന് പറയുന്ന മെത്തേഡായിരിക്കും കോൾ ചെയ്യുക. ഇംഗ്ലീഷ് നമുക്കിത് ഹലോ വേൾഡ് എന്നുള്ള ഡാറ്റാബേസ് റീഡ് ചെയ്ത് ഡാറ്റ എടുക്കുന്നതിനാണ് ഗെറ്റ് എന്ന് പറയുന്നത്. അടുത്തതായി പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ഡാറ്റ നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു യൂസറിൻ്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രൊഫൈൽ അങ്ങനെയുള്ള ഡാറ്റകൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പോസ്റ്റ് മെത്തേഡ്. പുട്ട് എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത ഡാറ്റയെ നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പുട്ട് മെത്തേഡ്. അടുത്തതായി ഡിലീറ്റ് നമ്മൾക്കറിയാം, ലൈക്ക് നമ്മളൊരു ഡാറ്റ സേവ് ചെയ്ത് വെച്ചതിനെ ഡിലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഡിലീറ്റ് മെത്തേഡ്. ഇതല്ലാതെ തന്നെ ഒരുപാട് മെത്തേഡുകളുണ്ട്, പാച്ച് അങ്ങനെയുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്. പക്ഷേ മെയിനായിട്ട് നമ്മൾ പറയുന്ന മെത്തേഡുകളാണ് ഈ 4 മെത്തേഡുകൾ. CRUD ഓപ്പറേഷൻ എന്നും ഇതിനെ പറയാറുണ്ട്. നമ്മൾ API ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതും ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് പോസ്റ്റ്മാൻ ആണ്. പോസ്റ്റ്മാൻ വൈഡ്ലി യൂസ് ചെയ്യുന്നൊരു ടൂളാണ്. സോ API കോമ്പണൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ്മാനിൽ നമ്മുടെ API ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതല്ലാതെ CURL ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്വാഗർ എന്ന് പറയുന്ന ടൂളും നമുക്ക് API ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. APIs എപ്പോഴും JSON ഫയലായിട്ടാണ് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ ഔട്ട്പുട്ടായാലും ഇൻപുട്ടായാലും JSON ഫയലായിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക. JSON എന്ന XML ഫയൽ.
നമുക്കിനി റെസ്റ്റ് APIയുടെ റെസ്പോൺസ് കോഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 200 എന്ന് പറയുന്നത് സക്സസിനും 201 എന്ന് പറയുന്നത് അതായത് നമ്മളൊരു പോസ്റ്റ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനും 400 എന്ന് പറയുന്നത് ഇൻവാൽഡ് ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഇൻപുട്ട് തെറ്റായിരിക്കാം, ഡാറ്റാബേസിലുള്ള സ്ട്രക്ചർ തെറ്റായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും. 404 എന്ന് പറയുന്നത് റിസോഴ്സ് മിസ്സിംഗ് എന്ന് പറയുന്നതും 500 എന്ന് പറയുന്നത് സെർവർ സൈഡ് ഇഷ്യൂ ആണ്. അതായത് നമ്മുടെ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻസ് ഡൗൺ ആണെങ്കിൽ അത് എപ്പോഴും 500 എന്നാണ് പറയുക. അതുപോലെ തന്നെ 400ഉം 404 എല്ലാം നമ്മളുടെ റിക്വസ്റ്റ് അല്ല തെറ്റായ ഒരു API കോൾ ചെയ്യുന്നതിനും പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മെയിനായി നോക്കേണ്ട കാര്യമാണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്താണ്, എങ്ങനെയാണ് ഒരു API നന്നായിട്ട് എഴുതാൻ പറ്റുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എൻ പോയിൻ്റ് കൊടുക്കണം. അതായത് ക്ലിയർ ആൻഡ് കറക്റ്റായിട്ടുള്ള എൻ പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ API എന്തിനുള്ളതാണെന്ന് ആ എൻ പോയിൻറ്റിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയണം. ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സ്റ്റാറ്റസ് കോഡ്, അതായത് 200 ആണോ 201 ആണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് കൊടുക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഇൻപുട്ട് ഡാറ്റ, നമ്മളിപ്പോൾ സേവ് ചെയ്യുന്ന ഡാറ്റയിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, സ്പേസ്, അതുപോലെ തന്നെ മാൻഡേറ്ററി ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ സേവ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ കൺട്രോളേഴ്സ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. നമ്മൾ ബിസിനസ് ലോജിക്കെല്ലാം എഴുതാൻ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യേണ്ടത് സർവീസ് ആയിരിക്കണം. കൺട്രോളറിലാരും നമ്മൾ ബിസിനസ് ലോജിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പുതിയൊരു ഡെവലപ്പർക്ക് വരികയാണെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അവർക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. പിന്നെ അവസാനം വരുന്നതാണ് വേർഷനിങ്. അതായത് നമ്മളിപ്പോൾ ഒരു API എഴുതുകയാണെങ്കിൽ അത് APIന് വേർഷൻ വെച്ച് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ട്രാക്ക് ചെയ്യാനും എളുപ്പമായിരിക്കും. നമ്മളൊരു പുറമേ ഉള്ള ടീമിന്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസിന് API ഷെയർ ചെയ്യുകയാണെങ്കിലും അത് കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മൾ ഒരു API ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് റെസ്റ്റ് APIയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ചാനലിൽ അടുത്ത അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ അടുത്ത് ഞാനൊരു വീഡിയോ ടോപ്പിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ.